മാസപ്പടിയിൽ തിരിച്ചടി എന്ന ചോദ്യത്തിന് തിരിച്ചടി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയന്റെ കീഴിലുള്ള വകുപ്പിനോട് അന്വേഷിക്കാൻ, അത് കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ കൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ സാങ്കേതികമായ പിഴവായി പോയി എന്നാണ് കരുതേണ്ടത്. പക്ഷേ നേരെ തന്നെ മേൽക്കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കീഴ്ക്കോടതിയിൽ നിന്ന് പിന്നീട് മേൽക്കോടതിയിലേക്ക് എന്ന മട്ടിലാണ് അതിനെ എടുക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും പക്ഷേ കോടതി വിധിയുടെ വിശദാംശങ്ങൾ വായിക്കുമ്പോൾ അത് തിരിച്ചടിയാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഹർജിയിൽ പറയുന്ന പ്രകാരം അഴിമതി നിരോധന നിയമവും IPC പ്രകാരമുള്ള ഒരു കുറ്റവും കണ്ടെത്താനായിട്ടില്ല. ഹർജിയിലുള്ളത് സംശയങ്ങളും സന്ദേഹങ്ങളുമാണ്, വസ്തുതകളല്ല. കേവലമായ ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും വസ്തുതകളാകുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ മുൻവിധികളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് കോടതി പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരാർ നൽകിയതിലൂടെ CMRന് സർക്കാരിൽ നിന്ന് എന്ത് ആനുകൂല്യമാണ് കിട്ടിയത് എന്ന് ഹർജിക്കാരന് പറയാനായിട്ടില്ല. മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് മകൾക്കും കമ്പനിക്കുമായി നൽകിയ 1.5 ഹർജിക്കാരന് തെളിയിക്കാനായിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ എടുക്കാൻ KMRLന് അനുമതി നൽകിയിട്ടുണ്ട്. ഇത് CMRL നൽകാൻ വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പേപ്പർ കഷ്ണം പോലും രേഖകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ പരാമർശം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IRൽ ചില ചരക്കുകൾ വിറ്റു എന്നതിന്റെ E-way ബില്ലുകൾ മാത്രമാണ് സമർപ്പിച്ചത്. വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാന ദൗത്യം എന്നിരിക്കെ ഇതിൽ അഴിമതി ആരോപിക്കാൻ കഴിയില്ല. അത് നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അടുത്തത്, KMRL ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാർ പദ്ധതിയിട്ടു എന്ന വാദവും നിലനിൽക്കില്ല. വ്യവസായ സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പിൽ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കൂ എന്നെഴുതിയത് അഴിമതിയല്ല, അതിനെ ശുപാർശയായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. സാധാരണ സർക്കാർ നടപടിക്രമങ്ങൾക്ക് പതിവ് വാചകം മാത്രമാണിത്. ഭൂപരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇപ്പോൾ നിലവിലില്ല എന്നിരിക്കെ മുഖ്യമന്ത്രിക്ക് നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വസ്തുതാപരമായ പിൻബലമില്ല. 3 കാര്യങ്ങളാണ് കോടതി പ്രധാനമായും പരിശോധിച്ചത്. KMRലും CMRലും തമ്മിൽ കരാറുണ്ടോ? CMRന് അവിഹിതമായ എന്തെങ്കിലും സൗജന്യം കിട്ടിയോ? KMRലിന് ഭൂപരിധിയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങളും ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വസ്തുതാപരമായ പിൻബലമില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. 2004-ൽ CMRലിന് 4 മൈനിംഗ് ലീസ് നൽകുകയും പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനം വന്നതോടെ ഖനനം സ്വകാര്യ മേഖലയിൽ നൽകാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ നിയമോപദേശം തേടിയത് CMRലിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിനുള്ള മുന്നുപാധിയാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. CMRലിലെ ഫിനാൻഷ്യൽ ഓഫീസർ നൽകിയ മൊഴി പ്രകാരം രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും സംഘടനകൾക്കും പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റാർക്കും കൊടുത്ത പണത്തെപ്പറ്റി ഹർജിക്കാരന് പരാതിയില്ല. മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയെന്നതിൽ മാത്രമാണ് ഹർജിക്കാരൻ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം ബലപ്പെടുന്നത്. അത് കൃത്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണെന്ന് ഞാൻ കരുതുന്നു. ഈ ഉദ്യോഗസ്ഥൻ നൽകിയ മൊഴി പ്രകാരം പല രാഷ്ട്രീയ നേതാക്കളുടെയും ചുരുക്കപ്പേരുകൾ പറഞ്ഞിട്ടും അതിന്മേൽ കൂടി അന്വേഷണം വേണമെന്ന മട്ടിലാണ് കോടതിയിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് MLA എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ പരാതി നൽകിയത്. അപ്പോൾ ആ രൂപത്തിൽ അത് രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ട്, രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് എന്ന് കോടതി സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ മാത്രം അടർത്തി മാറ്റി എന്നുള്ളത് കോടതിക്കും തോന്നുകയാണ്. മറ്റൊന്ന്, കേരളത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായുള്ള ബിസിനസ് ബന്ധം ഉണ്ടോ എന്നുള്ള പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ CMRL വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളുടെ മിനിറ്റ്സ് അടക്കം ഹാജരാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാദമായി പറയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കിയാൽ അതെങ്ങനെയാണ് ഒരു ഗൂഢാലോചന? അതായത് നയമാണ്, സർക്കാരിൻ്റെ നയത്തെ ഒരു ഗൂഢാലോചനയായിട്ട് ഇതിപ്പോൾ ഇതാണ് കേജ്രിവാളിനെതിരെ എടുത്തിരിക്കുന്നത്, സർക്കാരിൻ്റെ നയം. അപ്പോൾ സർക്കാരിൻ്റെ നയത്തെ ഒരു അഴിമതിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമായി പരിഗണിക്കാനാകില്ല എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. അതും കൂടി കോടതി ഈ ഹർജി തള്ളാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ CPM പറയുന്ന വാദം എന്ന് പറയുന്നത് ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയുന്നു. CPMനെ സംബന്ധിച്ചൊരു ശല്യക്കാരനായ വ്യവഹാരിയായിരിക്കും. ആ വ്യവഹാരി ഇനി മേൽക്കോടതിയിലേക്ക് പോയാൽ അതിൻ്റെ വിധി എന്താകും എന്നുള്ളതും പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇത് സഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിൽ നിന്ന് ആദ്യം ഉന്നയിച്ചത് മാത്യു കുഴൽനാടനാണ്. പിന്നീട് ഇത് ഏറ്റെടുക്കേണ്ടി വന്നു മറ്റു നേതാക്കൾക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പേരും ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ ചില സമയത്ത് മാത്രം ഇത് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുന്നിലൊരു കാര്യമാണ്. പക്ഷേ ഇതിന്മേലിപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു SFIO അന്വേഷണം വന്ന ഘട്ടത്തിൽ ഇനി അത് കോടതിയിൽ നിർത്തണമോ എന്നുള്ള കാര്യം മാത്യു കുഴൽനാടന് ആലോചിക്കാമായിരുന്നു. അങ്ങനെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്മേലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വരെയും ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന്മേൽ ഹർജി നൽകിയ
ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 31 ഈ ഏജൻസിയുടെ കാലാവധി കഴിയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകുമെന്നും പറയുന്നു. ഇതിൽ പരാതിക്കാരൻ പറയുന്ന അനുസരിച്ച് എല്ലാ തലത്തിലേക്കും അന്വേഷണം പോകുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രമായിരിക്കില്ല എന്ന രൂപത്തിലും പറയുന്നു. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നു, ഈ മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുന്നു എന്ന രൂപത്തിൽ കാണേണ്ടതില്ല. മാത്യു കുഴൽനാടൻ്റെ നീക്കം അത് തിരിച്ചടിയിൽ അവസാനിച്ചിരിക്കുന്നു. മാത്യു കുഴൽനാടൻ ഇനി അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയായതുകൊണ്ട് നിയമപരമായ സാധ്യത എന്താണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. ഏതായാലും ഇപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാങ്കേതികമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തിരിച്ചടി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.